പാലക്കാട് ശക്തമായിട്ടുള്ളൊരു ത്രികോണ മത്സരം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഉള്ളത് കൃഷ്ണകുമാറാണ്. അദ്ദേഹം അവിടെ തന്നെ ജനിച്ചു വളർന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം കഴിഞ്ഞ 2019 ഇലക്ഷനിലും അദ്ദേഹം തന്നെയായിരുന്നു പാലക്കാട് മണ്ഡലത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയും. 2014 2019 അദ്ദേഹം 1 ലക്ഷത്തോളം വോട്ടുകൾ അധികം പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന ഓരോ അഭിമുഖങ്ങൾ കാണുമ്പോഴും നമുക്കൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം വളരെ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അവിടെ പ്രചരണങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്നും വിജയത്തിൽ കുറഞ്ഞ് അദ്ദേഹം ഒന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതുമാണ് വളരെ വലിയ യാഥാർത്ഥ്യം. അദ്ദേഹത്തിൻ്റെ ഈ ആത്മവിശ്വാസമൊന്നും വെറുതെയല്ല. നമുക്ക് പാലക്കാടിൻ്റെ ഓരോ കാര്യങ്ങളും എടുത്തു നോക്കിയാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പാലക്കാട് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. അതേപോലെ തന്നെ ഈ ഷൊർണൂർ മുനിസിപ്പാലിറ്റിയും ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിലും ഭാരതീയ ജനതാ പാർട്ടി പ്രതിപക്ഷമാണ്. അതേപോലെ പ്രധാന പ്രതിപക്ഷമാണ് പാലക്കാട്. ഒരുപാട് പഞ്ചായത്തുകളിലും പ്രധാന പ്രതിപക്ഷം ഈ ഭാരതീയ ജനതാ പാർട്ടി തന്നെയാണ്. അവിടങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസ് അപ്രസക്തമാണ് എന്നുള്ളതുമാണ് വളരെ വലിയ യാഥാർത്ഥ്യം. ഇതിനൊക്കെ തന്നെ വർഷങ്ങളായിട്ട് പാലക്കാട് നിന്നുകൊണ്ട് നേതൃത്വം കൊടുക്കുന്ന വ്യക്തി തന്നെയാണ് കൃഷ്ണകുമാർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം വെറുതെ അല്ല എന്നുള്ളത് ബോധമുള്ള സകല ആളുകൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമ്മളിന്ന് പാലക്കാട് മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ ഒരു ആവശ്യമായിട്ട് ഉയർത്തി കാണിക്കുന്നത് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. അവരുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ അണ്ണാമലയെ പാലക്കാട് മണ്ഡലത്തിലും ആലത്തൂർ മണ്ഡലത്തിലും റോഡ് ഷോക്ക് കൊണ്ടുവരണമെന്നാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പരക്കെ ആളുകൾ ആവശ്യമായിട്ട് ഉയർത്തുന്നത്. ഇതിനൊരുപാട് കാരണങ്ങളുണ്ട്. കാരണം തമിഴ് സംസാരിക്കുന്ന ആളുകൾ പാലക്കാട് ജില്ലയിലുണ്ട്. തമിഴ്നാടുമായിട്ട് പാലക്കാട് ജില്ല അതിർത്തി പങ്കിടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും തമിഴ്നാട്ടിൽ അണ്ണാമലൈ സൃഷ്ടിക്കുന്ന ഓളത്തിൻ്റെ കാറ്റ് വളരെ വ്യക്തമായിട്ട് നമ്മുടെ കേരളത്തിൽ ഒന്നടങ്കം ആഞ്ഞു വീശിയിട്ടുണ്ട്. പ്രധാനമായിട്ടും പാലക്കാടും ആലത്തൂരും വളരെ വ്യക്തമായിട്ട് അതിൻ്റെ സ്വാധീനം ചെലുത്തുക തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാട് വന്ന് റോഡ് ഷോ നടത്തിയതിൽ പാലക്കാട് വലിയൊരു ഇളക്കം സംഭവിച്ചിട്ടുണ്ട്. വലിയ നിഷ്പക്ഷരായിട്ടുള്ള ഒരുപാട് ജനങ്ങൾ അവിടെ എത്തുകയും നരേന്ദ്രമോദിയെ ഒരു നോക്കു കാണുവാൻ എത്തിയതൊക്കെ തന്നെ നമ്മളെല്ലാവരും തന്നെ കണ്ടിട്ടുള്ളതാണ്. ഇതൊക്കെ തന്നെ കൃഷ്ണകുമാറിനുള്ള വോട്ടുകളായിട്ട് മാറുമെന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അതേപോലെ തന്നെ നമ്മുടെ ആലത്തൂരിലെ BJPയുടെ സ്ഥാനാർത്ഥിയെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരൊറ്റ ഫോൺ കോളിലൂടെ കേരളത്തിൽ ഒന്നടങ്കം ചർച്ചയിലേക്ക് എത്തിക്കാനും സാധിച്ചു എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആലത്തൂരിലും പാലക്കാടുമൊക്കെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അണ്ണാമലൈ ഒരു റോഡ് ഷോ നടത്തുക എന്നുള്ളത് വളരെ വലിയൊരു ആവശ്യം തന്നെയാണ്. ഇതൊക്കെ നേതൃത്വം മനസ്സിലാക്കുകയും ചെയ്യണം. പ്രധാനമായിട്ടും ഈ പാലക്കാടുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അണ്ണാമലൈ ഇവിടേക്ക് എത്തുമ്പോൾ തമിഴ് സംസാരിക്കുന്ന ആളുകൾ വലിയ ആവേശത്തിൽ തന്നെയായിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തമിഴ്നാട്ടിൽ ഈ വരുന്ന 19-ാം തീയതിയോട് കൂടിയിട്ട് വോട്ടെടുപ്പ് അവസാനിക്കും. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, ഈ 19-ാം തീയതിക്കൊക്കെ ശേഷം മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും അണ്ണാമലയുടെ ഡേറ്റൊക്കെ വാങ്ങിപ്പോകുന്നതിന് മുമ്പായിട്ട് തന്നെ പാലക്കാട്ടേക്കും ആലത്തൂരിലേക്കും കൊണ്ടുവരാൻ കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വം വളരെ ശക്തമായിട്ട് ഇടപെടണമെന്ന് നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയയിലെ നിഷ്പക്ഷരായിട്ടുള്ള ആളുകളുടെ വളരെ വലിയൊരു ആവശ്യമാണ്. അണ്ണാമലൈ പാലക്കാടും ആലത്തൂരിലുമൊക്കെ എത്തുകയാണെങ്കിൽ അത് വളരെ വലിയൊരു പോസിറ്റീവിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് എത്താൻ സാധിക്കുമെന്നുള്ളതുമാണ് വളരെ വലിയ യാഥാർത്ഥ്യം.